ഫ്രാൻസിസ് മാർപ്പാപ്പ സംസാരിക്കുന്നതാകട്ടെ വ്യത്യസ്തമായ ഒരു ഭാഷാ ശൈലിയിലാണ്. അതൊരു പരിധി വരെ സിംബോളിക് ലാംഗ്വേജ് ആണ്. സിംബോളിക് എന്ന് പറഞ്ഞാൽ പാപ്പായുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ഒക്കെ നേളിക്കുന്ന പ്രതീകങ്ങളിലൂടെയാണ് പാപ്പ സംസാരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ അത് മറ്റു പാപ്പമാരെക്കാളോ അല്ലെങ്കിൽ ആലോചിച്ച് എഴുതപ്പെട്ട ഒരു ചാക്രിക ലേഖനത്തെക്കാളൊക്കെ ശക്തമായ ഭാഷയിൽ സംസാരിക്കുന്നത് നമ്മൾ കാണും. എന്ന് വെച്ചാൽ മാർപ്പാപ്പ ഉദാഹരണത്തിന് ഒരു ചെറിയ കാറിൽ സഞ്ചരിച്ചാൽ മതി എന്ന് പറയുകയും അങ്ങനെ ചെറിയൊരു കാറിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു. നമുക്ക് ശരിക്കും ആലോചിച്ചാൽ അറിയാം, മാർപ്പാപ്പ ഒരു ചെറിയ കാറിലേക്ക് മാറിയത് കൊണ്ട് സാമ്പത്തികമായ ഒരു നേട്ടവും ഒരു വത്തിക്കാൻ്റെ ഒരു വാർഷിക കണക്കിനകത്ത് ഒരു ചെറിയ ഒരു ടച്ച് ചെയ്യാവുന്ന ഒരു മാറ്റം പോലും ഒരിക്കലും വരാൻ പോകുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് മാർപ്പാപ്പ അങ്ങനെ ചെയ്തത്? മാർപ്പാപ്പ അങ്ങനെ ചെയ്തത് സാമ്പത്തിക ലാഭം നോക്കിയിട്ടുമല്ല, മാത്രമല്ല സെക്യൂരിറ്റി കാരണങ്ങളാൽ ചെലവ് കൂടുകയുള്ളൂ എന്ന് മാർപ്പാപ്പയ്ക്കും അറിയാം. പക്ഷെ അതൊരു പ്രതീകാത്മകമായ പ്രബോധനമായിരുന്നു. താൻ ആരാണ് എന്നത് തൻ്റെ സ്ഥാനത്തെ ചുറ്റിപ്പറ്റിയുള്ളത് മാത്രമല്ല, മിശിഹായുടെ വികാരിയാണ് താൻ എന്ന് തുടങ്ങുന്ന അടിസ്ഥാനപരമായ പേപ്പസിയെക്കുറിച്ചുള്ള മാർപ്പാപ്പ എന്ന സ്ഥാനത്തെക്കുറിച്ചൊക്കെയുള്ള ഒരു വെളിപ്പെടുത്തലായിരുന്നു അത്. വളരെ പെട്ടെന്ന് അതിൻ്റെ പെരിഫറൽ കാര്യങ്ങൾ മീഡിയ സ്വീകരിച്ചു, അറിയാതെ ആളുകളുടെ മനസ്സിലേക്ക് അത് പ്രവേശിക്കുകയും ചെയ്തു. സത്യത്തിൽ ഈ 12 വർഷക്കാലം മാർപ്പാപ്പ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മിശിഹായുടെ ഒരു പരസ്യജീവിതത്തിന്റെ, ഈശോയുടെ പരസ്യജീവിതത്തിന്റെ ഒരു കാരിക്കേച്ചർ പുനരവതരിപ്പിക്കുമായിരുന്നു. സൂക്ഷിച്ചു നോക്കിയാൽ അതിനകത്ത് മുഴുവൻ അറിയാൻ പറ്റും. ഉദാഹരണത്തിന്, ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കും, അവരെ തടയരുതെന്ന് പറഞ്ഞ ഈശോയെ പോലെ ഫ്രാൻസിസ് പാപ്പ ചെന്ന സ്ഥലങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളെ വാരിയെടുക്കുന്നതും ചുംബിക്കുന്നതും, ചിലപ്പോഴൊക്കെ സ്റ്റേജിലേക്ക് ചുമ്മാ അമ്മയുടെ കൈവിട്ടിട്ട് ഓടിക്കേറി വരുന്ന കൊച്ചിനെയൊക്കെ അങ്ങ് ചേർത്ത് പിടിച്ച് അവിടെ നിർത്തിക്കൊണ്ട് അങ്ങ് സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അതുപോലെ കുഷ്ഠരോഗികളെ തൊട്ട് സുഖപ്പെടുത്തുന്ന ഈശോയെ പോലെ വളരെ മനുഷ്യന്റെ കണ്ണുകൾ രോഗികളായവരെയും വിരൂപരായവരെയും ഒക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ചുംബിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ അങ്ങ് തുടങ്ങിയിട്ട് എല്ലാ മേഖലകളിലും യഥാർത്ഥത്തിൽ ആളുകൾ കണ്ടത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യപുത്രൻ തലചായ്ക്കാൻ മണ്ണിൽ ഇടമില്ല എന്ന് അരുൾ ചെയ്ത ഈശോയെ പോലെ പേപ്പൽ വസതി വിട്ടിറങ്ങി പോകുന്ന പാപ്പായെ നമ്മൾ കാണും. അങ്ങനെ തൻ്റെ പരസ്യജീവിതം കാലം കൊണ്ട് ഈശോയെ ഒരു വിധത്തിൽ, പരസ്യജീവിതത്തിലുള്ള ഈശോയെ അവതരിപ്പിക്കാൻ ഫ്രാൻസിസ് പാപ്പ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ പെരിഫറിയിൽ വളരെ സിമ്പിളാണ്. എന്ന് വെച്ചാൽ, നമ്മൾ നോക്കുമ്പോൾ ചുമ്മാ ആളുകളുടെ അടുത്ത് വരുന്നു, ആളുകളെ കെട്ടിപ്പിടിക്കുന്നു, സംസാരിക്കാൻ നിന്നു കൊടുക്കുന്നു, പത്രക്കാർ വന്നാൽ ഓഫ് ഹാൻഡ് ആയിട്ട് സംസാരിക്കുന്നു, യാത്ര ചെയ്യുമ്പോൾ സിമ്പിൾ ആയിട്ട് യാത്ര ചെയ്യുന്നു, വഴിയിൽ ആളുകളെ കണ്ട് അവിടെ നിർത്തിയിട്ട് ഇറങ്ങി സംസാരിക്കുന്നു. ഇങ്ങനെ വളരെ ലളിതമാണ് എന്ന് നമുക്ക് തോന്നും. പക്ഷെ അതിൻ്റെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡോക്ട്രൈനൽ നിലപാടുകൾ തന്നെയാണ്. എന്ന് വെച്ചാൽ, ഫ്രാൻസിസ് പാപ്പ എങ്ങനെയൊക്കെ അവതരിപ്പിക്കപ്പെട്ടാലും സത്യത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ പാപ്പ ഒരു യാഥാസ്ഥിതികനായ മനുഷ്യൻ തന്നെയായിരുന്നു. എന്ന് പറഞ്ഞാൽ, സഭയുടെ വിശുദ്ധ പാരമ്പര്യത്തെയോ നിയമങ്ങളെയോ ഒരല്പം പോലും മാറ്റി എഴുതാനോ പൊളിച്ചു കളയാനോ ഫ്രാൻസിസ് പാപ്പ തയ്യാറായിട്ടേ ഇല്ല. പല സ്വരങ്ങൾ കേട്ടിരുന്നു പാപ്പ തന്നെയും പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. പക്ഷെ എടുക്കുന്ന നിലപാടുകളിലൊന്നും ഒരല്പം പോലും വെള്ളം ചേർക്കാതിരിക്കാൻ പാപ്പ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് രണ്ടുകൂടെ കൂടി മനോഹരമായി ക്ലബ് ചെയ്തതാണ് മാർപ്പാപ്പയുടെ ഒരു പ്രത്യേകത. അതാണ് പാപ്പയെ പോപ്പുലർ ആക്കിയത്. ഉദാഹരണം പറഞ്ഞാൽ, സിനഡാലിറ്റിയുടെ കാര്യം പറഞ്ഞല്ലോ. സിനഡാലിറ്റിയെ കുറിച്ചുള്ള ചർച്ചകൾ വന്നപ്പോഴും, ഒരുക്കത്തിന്റെ ചർച്ചകൾ വന്നപ്പോഴും, സിനഡാലിറ്റിയെ കുറിച്ച് ആളുകൾ ചിന്തിച്ചു തുടങ്ങിയപ്പോഴൊക്കെ പെട്ടെന്ന് ആളുകളുടെ മനസ്സിലൂടെ പോയത് എന്തെന്നറിയാമോ? ഇനി മുതൽ ഹൈറാർക്കി ഒന്നും ആവശ്യമില്ല, അതൊക്കെ പൊളിച്ചു കളയപ്പെട്ടു, ഇനിയിപ്പോൾ എല്ലാവരും ഒരുപോലെയാണ്, ഇനിയിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് അധികാരമൊന്നുമായിട്ടും ആരും വരേണ്ടതില്ല എന്നൊക്കെയാണ്. പക്ഷേ പാപ്പ ഉദ്ദേശിച്ച സിനഡാലിറ്റി എന്താണെന്ന് ഇനിയും ആളുകൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടില്ല, ഒരുപക്ഷെ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. പാപ്പ ഉദ്ദേശിച്ച സിനഡാലിറ്റി ഒരുമിച്ച് നടക്കലെന്നാണല്ലോ സുനഹദോസ്, സിനഡൽ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ഒരുമിച്ച് നടക്കൽ. പാപ്പ ഉദ്ദേശിക്കുന്ന സിനഡാലിറ്റി, അല്ലെങ്കിൽ പാപ്പ അവതരിപ്പിക്കാൻ ആഗ്രഹിച്ച സിനഡാലിറ്റി ഒരുമിച്ച് നടക്കലിൻ്റെ തന്നെയാണ്. എന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത്. ആ എംബ്ലം ഒക്കെ എടുത്തിട്ടാണ് ആളുകൾ പലപ്പോഴും സംസാരിച്ചിരുന്നത്. മെത്രാൻ പുറകിൽ നടക്കുന്നു, മുൻപൊരാൾ വീൽ ചെയറിൽ പോകുന്നു, കുഞ്ഞുങ്ങളൊക്കെ ഇടയ്ക്കിടെ പോകുന്നു. പക്ഷെ അതിനകത്ത് അപ്പൊ ഇനി മാർപ്പാപ്പ പുറകിൽ എന്നുള്ളതല്ലായിരുന്നു അതിന്റെ അർത്ഥം. പകരം രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തേത് ഒരുമിച്ച് നടക്കുന്നു എന്നുള്ള കാര്യമാണ്. സഭ ഒന്നടങ്കം ഒരുമിച്ച് നടക്കുന്നു. രണ്ടാമത്തേത് ഒരു ദിശയിലേക്ക് നടക്കുന്നു. ഇനി ആ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം, മെത്രാനായിട്ട് തന്നെയാണ് നടക്കുന്നത്. അംശവടിയൊക്കെ പിടിച്ച് തൊപ്പിയൊക്കെ വെച്ച് അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. ഓരോരുത്തരും അവരായിരിക്കുന്ന വിധത്തിൽ ഒരുമിച്ച് നടക്കുക എന്ന സന്ദേശമാണ് മാർപ്പാപ്പ കൊടുത്തത്. ഇപ്പൊ കേരളത്തിലെ സഭയെക്കുറിച്ച് തന്നെ, സീറോ മലബാർ സഭയുമായി ബന്ധപ്പെട്ട ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായ സമയത്ത് പാപ്പ ആവശ്യപ്പെട്ടത് എന്താണ്? ഇനി നിങ്ങൾ അങ്ങനെ വിഷമിക്കേണ്ട, പൊതുവിൽ വോട്ടൊക്കെ ഇട്ടിട്ടങ്ങ് ഒരു ഡെമോക്രാറ്റിക് സ്റ്റൈലിൽ അങ്ങ് തീരുമാനിക്കുമെന്നല്ല, നിങ്ങളുടെ ഹൈറാർക്കിയെ കണ്ടീഷൻ കൂടാതെ അൺകണ്ടീഷൻഡ് ആയിട്ട് അനുസരിക്കൂ എന്നാണ് പാപ്പ ആവശ്യപ്പെട്ടത്. പിന്നീട് അതിന്റെ ശരി തെറ്റുകളെ കുറിച്ചുള്ള ചർച്ച പോലും പാപ്പ വിലക്കെടുത്തു പോലുമില്ല. പകരം അനുസരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്, സഭാധികാരത്തിൽ നൽകപ്പെടുന്നത് അതങ്ങനെ തന്നെ ചെയ്യുമെന്നാണ് പാപ്പ ആവശ്യപ്പെട്ടത്.
അവയുടെ എല്ലാ പ്രവൃത്തികൾക്കകത്തും അങ്ങനത്തെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഓർത്തഡോക്സിക്കലായിട്ടുള്ള ഫൗണ്ടേഷൻസ് ഉണ്ട്. ആ ഫൗണ്ടേഷൻസിനെ വളരെ ഹൃദ്യമായി, സ്വാഭാവികമായി, ലളിതമായി പാപ്പായുടെ ലളിത ജീവിതത്തോടും പാപ്പായുടെ ഒത്തിരി വലിയ നന്മകളോടും കൂടെ ചേർത്ത് ഒരു ഭയങ്കരമായ വിസ്ഡത്തോടു കൂടെ അവതരിപ്പിച്ചത് കൊണ്ടാണ് പോപ്പുലർ ആയതും ജനങ്ങൾക്ക് പൊതുവിൽ ഇഷ്ടപ്പെട്ടതും എന്നാൽ സഭയെ ശക്തമായി പിടിച്ചു നിർത്താനായിട്ട് സാധിച്ചതെന്നാണ് മനസ്സിലാക്കാവുന്നത്. അച്ഛൻ പറഞ്ഞ ഒരു കാര്യം എനിക്ക് വളരെ പ്രസക്തമായി തോന്നി. കാരണം ബാഹ്യമായിട്ട് നമ്മൾ മാർപ്പാപ്പയെ പറ്റി ചിന്തിക്കുമ്പോൾ വളരെ സിംബോളിക്കായിട്ട് പ്രവർത്തിച്ച ഒരു മാർപ്പാപ്പ തന്നെയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. അതേസമയം തന്നെ അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അതൊക്കെ വളരെ ഓർത്തഡോക്സ് ആണെന്നും അച്ഛൻ സൂചിപ്പിക്കുകയുണ്ടായി. മാർപ്പാപ്പയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം എഴുതിയ ചാക്രിക ലേഖനങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കൊരു പക്ഷേ ഈ ഒരു ഓർത്തഡോക്സിയുടെ ഒരു റിഫ്ലക്ഷൻ കാണാൻ സാധിക്കില്ല. പലപ്പോഴും മീഡിയ തന്നെ പലപ്പോഴും മാർപ്പാപ്പയെ വളരെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, അദ്ദേഹം ചെയ്ത പ്രവൃത്തികളെ തെറ്റിദ്ധരിച്ച് മറ്റൊരു രീതിയിൽ കാണിച്ച് ഒരു പക്ഷേ വിമർശകർക്ക് കൂടുതൽ വളമിട്ട് കൊടുക്കുന്ന രീതിയിൽ പലപ്പോഴും മീഡിയ മാർപ്പാപ്പയെ ചിത്രീകരിച്ചിട്ടില്ലേ? അതേക്കുറിച്ച് അച്ഛൻ എന്താണ് പറയാനുള്ളത്? സത്യം പറഞ്ഞാൽ ഏറ്റവും അധികം മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഒരാൾ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളുടെ പ്രശസ്തിക്കും സർക്കുലേഷനും വേണ്ടി ഏറ്റവും അധികം ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരാൾ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയായിരിക്കും. കാരണം മാധ്യമപ്രവർത്തകർക്ക് തന്നെ ജനറലി ഉള്ള മാധ്യമപ്രവർത്തകർക്ക് പൊതുവിലൊരു ധാരണ ഉണ്ടായിരുന്നു മാർപ്പാപ്പ എപ്പോഴും ഒരു വാർത്താ വിഷയമാകും എന്ന്. മാർപ്പാപ്പയുടെ ചലനങ്ങൾക്കകത്തും ഈ പറഞ്ഞ പോലെ വാക്കുകൾക്കകത്തും ഒക്കെ അത് വ്യക്തമായിരുന്നു താൻ. പക്ഷേ മാധ്യമങ്ങൾ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ അവർക്ക് പ്രിയങ്കരമായ ഭാഗങ്ങൾ ഇളക്കിയെടുക്കുകയും വലിച്ചു നീട്ടുകയും എംഫസൈസ് ചെയ്യുകയാണ് ചെയ്തത്. മാർപ്പാപ്പ എപ്പോഴും സംസാരിച്ചിട്ടുള്ളത് ബാലൻസ്ഡ് ആയിട്ടാണ്. പല മേഖലകളിൽ എടുത്ത് നോക്കിയാൽ അറിയാം. ഉദാഹരണത്തിന് എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും പറയാം. ഉദാഹരണത്തിന് സ്വർഗ അനുരാഗികൾക്ക് അനുഗ്രഹങ്ങൾ കൊടുക്കണം എന്നതിനെ കുറിച്ച്, അനുഗ്രഹിക്കണം എന്ന് പറയുന്നതിനെ കുറിച്ച് ആ ഡോക്യുമെന്റ് വളരെ ശ്രദ്ധയോടെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ആദ്യം പറയുന്ന മുഴുവനും കുടുംബത്തിന്റെയും ലൈംഗികതയുടെയും വിശുദ്ധിയെക്കുറിച്ചും അതിന്റെ സ്വാഭാവികതയെക്കുറിച്ചും സഭയുടെ പ്രബോധനങ്ങൾ ഒരിക്കലും അതിൽ നിന്ന് മാറ്റം വരികയില്ല, പിന്നോട്ട് പോവുകയില്ല എന്നും പറഞ്ഞിട്ടാണ്. അതിനുശേഷം രണ്ടാമത്തെ ഭാഗത്തിൽ പറയുന്നത് പലതരത്തിലുള്ള ആശീർവാദങ്ങളെ കുറിച്ചാണ്. കൗദാശിക ആശീർവാദം മുതൽ വളരെ ലളിതമായ ആളുകൾ നിനക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് ആശംസിക്കുന്നത് വരെയുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് ഈ അവസാനം പറഞ്ഞതുപോലത്തെ ഒരു ആശീർവാദം അവർക്ക് നിഷേധിക്കരുതെന്ന് മാത്രമേ പാപ്പ പറഞ്ഞുള്ളൂ. പക്ഷേ പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കപ്പെട്ടത് മുഴുവനും ഇനി മുതൽ സ്വർഗ വിവാഹങ്ങൾ അനുവദിക്കുന്നു എന്നാണ്. അതേസമയം ആ ഡോക്യുമെന്റിനകത്ത് തന്നെ പാപ്പയുടെ നേതൃത്വം പാപ്പ സൈൻ ചെയ്ത ഡോക്യുമെന്റിനകത്ത് തന്നെ കൃത്യമായി പറയുകയാണ്, ഒരു വിവാഹത്തിന്റെ ഒരു സ്വഭാവമോ ഒരു ഷേപ്പോ അത്തരം ഒരു വസ്ത്രത്തിൽ വന്നാൽ പോലുമോ ആ അനുഗ്രഹം കൊടുക്കരുതെന്നും കൂടെ പറയണ ഒരു ഡോക്യുമെന്റിനെ എടുത്തിട്ടാണ് മാർപ്പാപ്പ സ്വർഗാനുരാഗികളെ അല്ലെങ്കിൽ പീപ്പിൾ ഹു ആർ ലിവിങ് ഇൻ ഇറഗുലർ റിലേഷൻഷിപ്പ് അവരെ ആശീർവദിക്കാൻ അനുവദിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു പരത്തിയത്. അങ്ങനെ തുടങ്ങി എല്ലാ സാഹചര്യങ്ങളിലും ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ട്. മാധ്യമങ്ങൾ തങ്ങൾക്ക് ഇഷ്ടമുള്ളത്, ഉദാഹരണത്തിന് നിരീശ്വരവാദികളുമായി ബന്ധപ്പെട്ട് എങ്ങനെ ചിന്തിക്കുന്ന ആളുകളെ അവരെ വിധിക്കാൻ ഞാൻ ആരാണ് എന്ന് പരിശുദ്ധ പിതാവ് ചോദിച്ച ഒരു വാക്കിനെ എടുത്ത് അവരെക്കുറിച്ച് ഇനി ആരും ഒന്നും പറയാൻ പാടില്ല എന്നുള്ള മട്ടിലാണ് ലോകം മനസ്സിലാക്കിയത്. പക്ഷെ പാപ്പ പറഞ്ഞതിന്റെ ധ്വനി എന്താണെന്നറിയാമോ? അവരെ വിധിക്കാൻ ഞാൻ ആര് എന്നാണ്. എന്ന് വെച്ചാൽ ഞാനല്ലല്ലോ അവരെ വിധിക്കേണ്ടത്, ദൈവം അവരെ വിധിക്കുമെന്നാണ് പാപ്പ പറഞ്ഞത്. പാപ്പ ഒത്തിരി കരുണയെക്കുറിച്ച് പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട്. കരുണയെക്കുറിച്ച് ഈ പാപ്പ സംസാരിച്ച കരുണയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഈ പലപ്പോഴും നമ്മൾ കരുണ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നത് ആളുകൾ ധരിക്കുന്നത് തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. ധരിക്കുക എന്നതിനേക്കാൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് പാപ്പ പറഞ്ഞു ഈ സ്വർഗാനുരാഗികളോട് അങ്ങനെയുള്ള ആളുകളോടൊക്കെ കരുണ കാണിക്കേണ്ടതുണ്ട് എന്ന് പാപ്പ സംസാരിച്ചിട്ടുണ്ട്. ശരിയാണ്. യഥാർത്ഥത്തിൽ എപ്പോഴാണ് കരുണ കാണിക്കേണ്ടി വരുന്നത്? ഒരാളുടെ അവസ്ഥ ശോചനീയമായിരിക്കുമ്പോഴല്ലേ കരുണ കാണിക്കേണ്ടി വരുന്നത്. അല്ലാണ്ട് എല്ലാം മനോഹരമായിരിക്കുന്ന സമയത്ത് എന്തിനാണ് കരുണ കാണിക്കുന്നത്? ഒരാൾ പാപിയായിരിക്കുമ്പോഴും, ഒരാൾ കുറ്റം ചെയ്തിട്ട് നമ്മുടെ മുൻപിൽ വന്ന് നിൽക്കുമ്പോഴും, ഒരാൾ ദരിദ്രനായിരിക്കുമ്പോഴും ഒക്കെയല്ലേ ആളുടെ കരുണ കാണിക്കേണ്ടത്. കരുണ കാണിക്കുക എന്ന് പറഞ്ഞാൽ അയാൾ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ ശരിയല്ലെന്നും അത് വേദനാജനകമാണെന്നും അതിന് കുഴപ്പങ്ങളുണ്ട് എന്നും മനസ്സിലാക്കുന്ന ഒരാൾ അയാളെ വീണ്ടെടുക്കാൻ നടത്തുന്ന ശ്രമമാണ്. അതുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇത്തരം ആളുകളോട്, നിരീശ്വരവാദികളോട് ആയാലും ശരി, ഈ സ്വർഗാനുരാഗത്തെ പ്രകീർത്തിക്കുന്ന ആളുകളോട് ആയാലും ശരിയൊക്കെ കരുണ കാണിക്കണമെന്ന് പറയുമ്പോൾ അവര് ചെയ്യുന്നത് ശരിയെന്ന് പാപ്പ ഒരിക്കലും പറയുന്നില്ല. പകരം അവരുടെ തെറ്റിനെ അതിജീവിക്കാനുള്ള സപ്പോർട്ട്, സഹായം, അത് അവർക്ക് എത്തിച്ചു കൊടുക്കേണ്ട അജപാലന ദൗത്യമുണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അങ്ങനെ ഫ്രാൻസിസ് പാപ്പയുടെ എല്ലാ പ്രവൃത്തികൾക്കകത്തും വാക്കുകൾക്കകത്തും വളരെ സോളിഡ് ആയിട്ടുള്ള സഭയുടെ നൈയാമികമായ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ സത്യവിശ്വാസത്തിൽ നിലനിൽക്കുന്ന കാര്യങ്ങൾ മാത്രമേ പാപ്പ സംസാരിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് അതിന് സത്യം. മാധ്യമങ്ങൾ അതിനെ പല വിധത്തിൽ അവർക്ക് പലപ്പോഴും ഈ പോപ്പുലർ ജേർണലിസ്റ്റുകൾക്കൊക്കെ വളരെ പെട്ടെന്ന് സോഷ്യലി ഒക്കെ കാണുന്ന കാര്യങ്ങൾ മാത്രമാണ്
മാത്രമാണ് ഗ്രഹിക്കാൻ പോലും കഴിയുന്നത്. അപ്പോൾ അവർക്ക് സഭയുടെ ഡോക്ടറിനെ ഡെപ്തിനെ കുറിച്ചോ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിന്റെ എക്സജറ്റിക്കൽ ട്രഡീഷനെ കുറിച്ചോ ഒന്നും ധാരണയുണ്ടാവില്ല. അപ്പം അവർ വളരെ പെട്ടെന്ന് എടുത്തുപയോഗിക്കാവുന്ന കാര്യങ്ങൾ എടുത്ത് പ്രചരിപ്പിക്കുകയും ആളുകൾ അത് പ്രചരിപ്പിക്കുകയും ചെയ്യും. മാത്രമല്ല, ഫ്രാൻസിസ് മാർപ്പാപ്പയെ അങ്ങനെ ബ്രാൻഡ് ചെയ്തുകൊണ്ട് പലരും തങ്ങൾക്ക് പറയാനുള്ളതൊക്കെ ഫ്രാൻസിസ് പാപ്പയുടെ ഒരു പടവും വെച്ചിട്ട് പറഞ്ഞിരുന്നു. ഉദാഹരണത്തിന് പെരുന്നാളുകൾ ആഘോഷിക്കും, അല്ലെങ്കിൽ നോമ്പും ഉപവാസവും ഒക്കെ വരുമ്പോൾ ഇറച്ചിയും മീനും കഴിക്കും, പാപ്പയുടെ ഒരു പടം വെച്ച് വെറുതെ ഇറക്കിയാൽ ആളുകളെല്ലാം വിശ്വസിക്കും എന്നൊരു ധാരണ പോലും പലപ്പോഴും ഇങ്ങനെ ഇത് ഉപയോഗിക്കുന്ന ആളുകളുടെ ഇടയിൽ ഉണ്ടായിരുന്നു, അഥവാ ഉണ്ടാക്കിയെടുത്തു എന്ന് പറയുന്നതാണ് ശരി.